ഹായ് ഓൾ, വെൽക്കം ടു ജയലേൺ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സ്വാതി. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്കറിയാം കേട്ടതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് അല്ലേ. ഞാൻ ടോപ്പിക്ക് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കൂ, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. വൈറ്റമിൻസിനും ധാതു ലവണങ്ങൾക്കും നമ്മുടെ ഈ ഒരു ടോപ്പിക്കിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. എല്ലാ എക്സാമിനും ഒരു തവണയെങ്കിലും ഒരു ചോദ്യമെങ്കിലും ചോദിക്കാതിരിക്കില്ല അല്ലേ. അപ്പോൾ നമുക്ക് SCERTയിൽ ഇതിനെക്കുറിച്ച് പറയുന്ന 2 ടേബിളുകളുണ്ട്. ആ 2 ടേബിളുകൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇതിൽ വരുന്ന മുഴുവൻ മാർക്കും കരസ്ഥമാക്കാനായിട്ട് സാധിക്കും. നമുക്ക് നോക്കിയാലോ, എന്താണ് ഈ വൈറ്റമിൻസിന്റെ പ്രത്യേകത? നമ്മുടെ ആഹാരത്തിൽ കുറച്ച് മതിയെന്നുണ്ടെങ്കിലും വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് വൈറ്റമിൻസ്. ഇതെങ്ങനെയാ നമുക്ക് കിട്ടുന്നേ? പഴങ്ങള്, പച്ചക്കറികള്, പാല്, മുട്ട, ഇലക്കറികൾ തുടങ്ങിയ വൈറ്റമിനുകളുടെയും അതേപോലെ തന്നെ ധാതു ലവണങ്ങളുടെയും കലവറയാണ് എന്ത് പറയുന്നത്, നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത്. ഇതെല്ലാം ഉണ്ടെങ്കിൽ, വൈറ്റമിൻസും മിനറൽസും എല്ലാം, പ്രോട്ടീൻ, ഇതെല്ലാം ഉണ്ടെങ്കിൽ എന്താണ് നമുക്ക് നല്ല ആരോഗ്യമുള്ള ഒരാളാണ് എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. ഇതെല്ലാം നമുക്ക് ഈ വൈറ്റമിൻസും ധാതു ലവണങ്ങളും എങ്ങനെയാണ് കിട്ടുന്നത്? ഈ പറയുന്നതിലൂടെയൊക്കെയാണ്. പഴം, പച്ചക്കറി, പാല്, മുട്ട, ഇലക്കറികള് തുടങ്ങിയവയിലൂടെയാണ്. നമുക്ക് ഇതിന്റെ ടേബിൾ ഒന്ന് നോക്കിയാലോ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേബിൾ ഉണ്ട്. ഇതാ ഈ ഒരു സർക്കിൾ പഠിച്ചു കഴിഞ്ഞാല്, ടേബിൾ എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരു ടേബിൾ രൂപത്തിൽ ഇതിനെ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്താണ് ഈ ഇതിൽ വരുന്ന എല്ലാ മാർക്കും നമുക്ക് നേടാനായിട്ട് സാധിക്കും. നോക്കൂ, ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കൊഴുപ്പിൽ ലയിക്കുന്നത് ഏതൊക്കെയാണ്? ഏതൊക്കെയാണ്? ദാ കൊഴുപ്പിൽ ലയിക്കുന്നതാണ് ഏത്? A, D, E, K. ഇതിന് നമ്മളൊരു ഷോർട്ട് ഫോം പറയും, എഡക്ക്. അടക്കടക്കായിട്ട് കൊഴുപ്പ് അല്ലെ. വയറ്റിലൊക്കെ കൊഴുപ്പ് വരുമ്പോൾ ഇങ്ങനെ വയർ തൂങ്ങി നിൽക്കുന്ന അവസ്ഥ അല്ലെ. അടക്കടക്ക് എന്ന് പറയുന്ന പോലെ എഡക്ക്, കൊഴുപ്പിൽ ലയിക്കുന്നതിന്റെ ഷോർട്ട് ഫോം എന്താണ്? അടക്ക്. ഓക്കെ, വൈറ്റമിൻ A, വൈറ്റമിൻ D, വൈറ്റമിൻ E, വൈറ്റമിൻ K. ഓക്കെ, ഇനി നോക്കൂ, വൈറ്റമിൻ A എന്തിലൂടെയൊക്കെയാണ് ലഭിക്കുക? ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങള്, അതേപോലെ തന്നെ കരള്, പയറില, ചേമ്പില, മുരിങ്ങയില, ഇതൊക്കെ നമ്മൾ ധാരാളം കഴിക്കണം. ഓക്കെ, ഇനി കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യമാണ് പ്രധാനമായിട്ടും വൈറ്റമിൻ A നമുക്ക് തരുന്നത്. അപ്പൊ കണ്ണ്, ത്വക്ക്, മുടി. ഇനി D, വൈറ്റമിൻ D നോക്കൂ, സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നത് ഏത് വൈറ്റമിൻ ആണ്? ചോദിക്കാറുണ്ട് അല്ലെ. ഏതാണ്? വൈറ്റമിൻ D ആണ്. അതെന്താണ്? കൊഴുപ്പിൽ ലയിക്കുന്നതാണ്. ഓക്കെ, പാലുൽപ്പന്നങ്ങൾ, ഇതിലൂടെ ലഭിക്കുന്നത് ഏതാണ്? വൈറ്റമിൻ D. ഇനി നോക്കൂ, എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണം. എന്തിന്റെയൊക്കെയാണ്? കാൽസ്യത്തിന്റെയും ഫോസ്ഫറസിന്റെയും ആഗിരണം ഏത് വൈറ്റമിനിലൂടെ ലഭിക്കുന്നേ? വൈറ്റമിൻ D. ഓക്കെ, അടുത്തത് വൈറ്റമിൻ E. വൈറ്റമിൻ E ഏതിലൂടെയൊക്കെയാ? സസ്യ എണ്ണകളിലൂടെ ലഭിക്കുന്നത് ഏതാണ്? വൈറ്റമിൻ E ആണ്. എടക്കില് A, D കഴിഞ്ഞു, ഇനി E ആണ് പറയുന്നത് കേട്ടോ. ഇനി അതെന്തിന്റെയൊക്കെ ആരോഗ്യമാണ്? നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യം ഏതിന്റെയാണ്? വൈറ്റമിൻ E മൂലമാണ്. ഏതിന്റെയൊക്കെയാണ്? നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യം നമുക്ക് ലഭ്യമാകുന്നത് ഏത് വൈറ്റമിനിലൂടെയാണ്? വൈറ്റമിൻ ഇയിലൂടെ. ഓക്കെ, അടുത്തത് ഏതാണ്? വൈറ്റമിൻ K. ഇടയ്ക്കില് വൈറ്റമിൻ K, ലാസ്റ്റ് ആണ് K. ഓക്കെ, ക്യാബേജ്, ചീര, കോളിഫ്ലവർ, ഇതിലൂടെ ലഭിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ K. ഇനി മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ K ആണ്. കട്ട പിടിക്കുക K എന്ന് ആലോചിച്ചാൽ മതി. കട്ട K അങ്ങനെ ആലോചിക്കുക. അപ്പൊ ഏതൊക്കെയാണ് കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ? ഏതൊക്കെയാണ്? എടക്ക് എന്നാണ് പറയാ. എടക്ക്, അടക്കടക്കായിട്ട് കൊഴുപ്പില്. ഓക്കെ, അടക്കടക്കായിട്ട് കൊഴുപ്പ് എന്ന് ആലോചിക്കുക. ഇനി A, D, E, K, ഇതിലെ കണ്ണിന്റെ സംരക്ഷണം ഏതാണ്? A ആണ്, വൈറ്റമിൻ A. ഓക്കെ, ക്യാരറ്റിലൂടെ ലഭിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ A. ക്ലിയർ അല്ലേ?
ക്ലിയർ അല്ലേ? ഇനി സൂര്യപ്രകാശത്തിലൂടെ ലഭിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഡി. ഓക്കെ, ഇനി അടുത്തത് വെള്ളത്തിൽ ലയിക്കുന്നവ ഏതൊക്കെയാണ്? വെള്ളം ബിസിയാണ് എന്ന് ആലോചിക്കുക. ബിസി വാട്ടർ. ഓക്കെ, എന്താണ് പറഞ്ഞേ? കൊഴുപ്പ്, എടക്ക് കൊഴുപ്പ്. ഇനി അടക്കായിട്ട് കൊഴുപ്പ്, ബിസി വാട്ടർ. ബിസി വാട്ടർ എന്ന് ആലോചിച്ചാൽ കിട്ടും. ബിസി, കണ്ടോ? ബിസി വാട്ടർ എന്ന് ആലോചിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? വെള്ളത്തിൽ ലയിക്കുന്നത്. ഓക്കെ, ഇനി നോക്കൂ, ബി, വൈറ്റമിൻ ബി എന്തിന്നൊക്കെയാ? ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാല്, ചേമ്പില. ഇതിൽ നിന്നൊക്കെ ലഭിക്കുന്നത് ഏതാണ്? വൈറ്റമിൻ ബി ആണ്. ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാല്, ചേമ്പില. അടുത്തത് നോക്കൂ, ധാന്യകങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തൽ, ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിന്റെ ആരോഗ്യം. ഇതൊക്കെ ഈ വൈറ്റമിൻ ബി ഉണ്ടെങ്കിലേ ഇതെല്ലാം നമുക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എന്താണ്? ധാന്യകങ്ങള്, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തണം. അതേപോലെ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം ഏത് വൈറ്റമിൻ? ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം ഏത് വൈറ്റമിൻ ഉണ്ടെങ്കിലാണ്? വൈറ്റമിൻ ബി. ഓക്കെ, അടുത്തത് വൈറ്റമിൻ സി. പഴങ്ങളിലൂടെയും പച്ചക്കറികളിലൂടെയും ലഭിക്കുന്ന വൈറ്റമിൻ ഏതാണ്? പഴങ്ങൾ കണ്ടോ? പഴങ്ങള്, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ. ഏതാണ്? വൈറ്റമിൻ സി ആണ്. ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യം ഏത് വൈറ്റമിൻ ആണ് നോക്കുന്നത്? വൈറ്റമിൻ സി ആണ് കേട്ടോ. അപ്പൊ മോണയുടെ ആരോഗ്യം, മോണയ്ക്ക് അസുഖങ്ങൾ ഉണ്ടാവുന്നത് ഏത് വൈറ്റമിന്റെ അഭാവം മൂലമാണ്? വൈറ്റമിൻ സിയുടെ. വൈറ്റമിൻ സി കുറയുമ്പോഴാണ് നമുക്ക് മോണയില് അസുഖങ്ങളെല്ലാം വരുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ്? ഏതൊക്കെയാണെന്ന് പറഞ്ഞേ? എടക്ക്, അതായതാണ് വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ. എടക്ക്, കൊഴുപ്പ് അടുക്കടുക്കായിട്ടെന്ന് ആലോചിക്കുക. ആൻഡ് വെള്ളത്തിൽ ലയിക്കുന്നത് ഏതൊക്കെയാണ്? ജലത്തിൽ ലയിക്കുന്നത് ബി സി, വൈറ്റമിൻ ബി ആൻഡ് വൈറ്റമിൻ സി. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഈ ടേബിൾ ക്ലിയർ അല്ലേ? SCERT-യിലുള്ള ഒരു പിക്ചറാണിത്. ഈ ഒരു പിക്ചർ പഠിച്ചാൽ തന്നെ എന്താണ്? ധാരാളം ഏത് ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് വന്നാലും നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നോക്കൂ, അടച്ചു വെച്ചിട്ടില്ലെങ്കിൽ പഴങ്ങളും പച്ചക്കറികളും എന്താണ്? വേവിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു വൈറ്റമിൻ നീരാവിയായിട്ട് പോവും. നീരാവിയിലൂടെ ഏത് വൈറ്റമിൻ ആണത്? വൈറ്റമിൻ സി ആണ്. അപ്പൊ അടച്ചു വെച്ചിട്ടില്ലെങ്കിൽ വൈറ്റമിൻ സി ആണ് എന്തായിട്ട് പോകുന്നത്? നീരാവിയിലൂടെ മുകളിലേക്ക് പോകുന്നത്. ഓക്കെ, എളുപ്പത്തിൽ പുറത്തു പോകും. അതുകൊണ്ടാണ് പഴങ്ങളും പച്ചക്കറികളും എന്ത് വേണം? അടച്ചു വെച്ച് തന്നെ വേവിക്കണമെന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നീരാവിയിലൂടെ പുറത്തു പോകുന്ന, ചൂടാക്കുമ്പോൾ നീരാവിയിലൂടെ പുറത്തു പോകുന്ന വൈറ്റമിൻ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഏതാണ് വരുന്നേ? അത് വൈറ്റമിൻ സി ആണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? നമുക്ക് ഈ അടുത്ത് തന്നെ കേട്ടിട്ട് വിളിക്കുകയായി. കൂട്ടുകാരെല്ലാം കേട്ടിട്ട് പഠിച്ചു കഴിഞ്ഞോ? പഠിക്കാൻ തുടങ്ങിയോ? പഠിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ? എന്തൊക്കെയാണ് കൺഫ്യൂഷൻസ് വരുന്നത്? ഏതൊക്കെ ടേബിൾ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ സിലബസിൽ വരുന്ന ഏതൊക്കെ പോർഷൻസ് ആണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന് കൺഫ്യൂഷൻ ഉണ്ടോ? അല്ലെങ്കിൽ ഏതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്? എവിടെ നിന്നാണ് കൂടുതൽ മാർക്ക് വരിക? ഇതെല്ലാം കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ? ഇത് പഠിച്ചാൽ മാത്രം പോരാട്ടോ, നല്ല ക്ലീൻ ആയിട്ട് എക്സാം എഴുതി ശീലിക്കുക കൂടി വേണം. സോ നമുക്കറിയാം, നമ്മൾ കൃത്യമായിട്ട് ഒരു ടൈം ടേബിൾ വെച്ച് പഠിക്കുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് പലർക്കും കേട്ടിട്ട് കിട്ടാത്തത്? അല്ലെങ്കിൽ ഇതുവരെ എഴുതിയവർക്ക് എന്തുകൊണ്ടാണ് ആദ്യ അറ്റംപ്റ്റിൽ തന്നെ കേട്ടിട്ട് നേടിയെടുക്കാൻ സാധിക്കാത്തത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കുറെ പേർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും. എന്നാലും കുറെ പേരൊക്കെ ഇനി അടുത്ത കേട്ടിട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാവാം അല്ലെ? എന്തുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം കേട്ടിട്ട് കിട്ടാതെ പോയത്? ഞാൻ നന്നായിട്ട് പഠിച്ചതാണ് മിസ്സേ, പക്ഷെ എനിക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല, അല്ലെങ്കിൽ എനിക്ക് ആ മാർക്കിന്റെ അടുത്ത് വരെ എത്തി അതിനുള്ള യോഗ്യത ഞാൻ നേടിയില്ല. എന്താ യോഗ്യത നേടാൻ ഒരു തടസ്സം ഉണ്ടായത്? നമ്മൾ നന്നായിട്ട് പഠിക്കും, റിവിഷൻ ചെയ്യും, പക്ഷേ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ആകെ കൂടി ഒരു വെപ്രാളാണ് അല്ലെ? എന്താണ് ഇതിന്റെ ആൻസർ? കൺഫ്യൂഷൻ ആയി പോകുന്നു.
അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ കൺഫ്യൂഷൻ വരുന്നത്? കൃത്യമായി OMR എക്സാം എഴുതി ശീലിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു 2.5 മണിക്കൂറിൽ നമുക്ക് 150 ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനെന്താ വേണ്ടേ? നിങ്ങൾക്കതാ അടുത്ത കേട്ടറ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. കൃത്യമായ സിലബസ് വെച്ചുള്ള ഒരു പഠനം തന്നെ ആയിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. സിലബസ് വെച്ചുള്ള പഠനം മാത്രമല്ല, ആഴ്ചയിൽ ഒരിക്കൽ റിവിഷൻ, ഇതുവരെ പഠിച്ച എല്ലാ ടോപ്പിക്കുകളും റിവിഷൻ ചെയ്യാനുള്ള അവസരവും, അതോടുകൂടി നല്ല രീതിയിൽ എങ്ങനെയാണ് എക്സാം എഴുതണ്ടേ എന്നുള്ളതിനുള്ള പ്രിപ്പറേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത് മാത്രമല്ല, ഓരോ എക്സാം അടുക്കും തോറും ധാരാളം മോക്ക് ടെസ്റ്റുകളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും എന്ത് ചെയ്യുക, പഠിക്കാൻ തയ്യാറായിട്ടുള്ള എല്ലാവരും നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോളൂ. പഠിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് പോന്നോളൂ, ഞങ്ങൾ പഠിപ്പിക്കാം. ഇത് ജയലേണിന്റെ വാഗ്ദാനമാണ് കേട്ടോ. അപ്പൊ അടുത്ത കേട്ടിട്ട് നമുക്ക് ഈസി ആയിട്ട് നേടിയെടുക്കാം ജയലേണിലൂടെ. കഴിഞ്ഞിട്ടില്ല, നമുക്ക് എന്ത് ചെയ്യാം, ധാതു ലവണങ്ങള്, ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു കുഞ്ഞ് ടേബിളും കൂടെ നമുക്ക് പഠിച്ചിട്ട് പോവാം. ഓക്കെ, നോക്കൂ, ധാതു ലവണങ്ങളിൽ എന്തൊക്കെയാണ് വരുന്നത്? ഇരുമ്പ്, കാൽഷ്യം, ഫോസ്ഫറസ്, സോഡിയം, അയഡിൻ. ഇനി ഇതിന്റെയൊക്കെ ഉള്ള ഗുണം എന്താണ്? നമുക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ രക്തത്തില് ഹീമോഗ്ലോബിൻ നിർമ്മാണം, അത് ഏത് ധാതു ലവണത്തിന്റെ അപര്യാപ്തത മൂലമാണ് ഹീമോഗ്ലോബിൻ കുറവ് വരുന്നത്? ഇരുമ്പ് കുറയുമ്പോഴാണ്, നമ്മുടെ ശരീരത്തില് ഇരുമ്പിന്റെ അംശം കുറയുമ്പോഴാണ് ഹീമോഗ്ലോബിൻ നിർമ്മാണം കുറയുന്നത്. അപ്പൊ ഹീമോഗ്ലോബിൻ നിർമ്മാണം വേണമെങ്കിൽ അവിടെ എന്താ വേണ്ടത്? ഇരുമ്പ് വേണം. സോ ഇലക്കറികള്, മത്തൻ കുരു, മുതിര, ശർക്കര, കരള്, ഇതിലൂടെയൊക്കെയാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? ഇരുമ്പ് നമുക്ക് നമ്മുടെ ശരീരത്തിനകത്തേക്ക് ലഭിക്കുന്നത്. ഓക്കെ, ഇനി കാൽസ്യം, ഫോസ്ഫറസ്, എല്ലുകള്, പല്ലുകള്, ഇതിന്റെയൊക്കെ നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും എന്താണ് വേണ്ടത്? ഈ കാൽഷ്യവും ഫോസ്ഫറസും വേണം. ഇതെങ്ങനെയാണ് നമുക്ക് ശരീരത്തിനകത്തേക്ക് ലഭിക്കുന്നത്? ഏത്തപ്പഴം, മരച്ചീനി, ചേന, ഇലക്കറി, പാലുൽപ്പന്നങ്ങൾ, ഇതിലൂടെയൊക്കെയാണ് എന്ത് ലഭിക്കുന്നത്? നമുക്ക് ആവശ്യമായിട്ടുള്ള കാൽസ്യവും ഫോസ്ഫറസും ലഭിക്കുന്നത്. ഓക്കെ, സോഡിയം, ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നത് ഏതാണ്? സോഡിയമാണ്. കറിയുപ്പിലൂടെയാണ് എന്ത് ലഭിക്കുന്നത്? സോഡിയം ലഭിക്കുന്നത്. അടുത്തതാണ് അയഡിൻ. തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും എന്ത് അത്യന്താപേക്ഷിതമാണ്? അയഡിൻ അത്യന്താപേക്ഷിതമാണ്. കടൽ വിഭവങ്ങൾ, അയഡിൻ ചേർത്ത ഉപ്പ്, കടൽ മത്സ്യങ്ങളുടെ തല, ഇതിലൂടെയൊക്കെയാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? അയഡിൻ ലഭിക്കുന്നത്. അപ്പൊ ധാതു ലവണങ്ങളിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? എന്തൊക്കെയാണ് SCERT ടേബിളിൽ പറഞ്ഞിട്ടുള്ളത്? ഇരുമ്പ്, കാൽഷ്യം, ഫോസ്ഫറസ്, സോഡിയം, അയഡിൻ. ഇരുമ്പാണെങ്കിൽ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണം, അതേപോലെ ഇലക്കറി, മത്തൻകുരു, മുതിര, ശർക്കര, കരളിൽ, ഇതിലൂടെയൊക്കെയാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? ഇരുമ്പ് ലഭിക്കുന്നത്. കാൽഷ്യം, ഫോസ്ഫറസ് ആണെങ്കിൽ എല്ലുകള്, പല്ലുകളുടെ ഒക്കെ നിർമ്മാണം, അതേപോലെ തന്നെ നാഡികളുടെയും പേശികളുടെയും പ്രവർത്തനം. ഓക്കെ, ഏത്തപ്പഴം, മരച്ചീനി, അതേപോലെ തന്നെ ചേന, ഇലക്കറി, പയറുവർഗ്ഗങ്ങൾ, ഇതിലൂടെയൊക്കെയാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? കാൽഷ്യം, ഫോസ്ഫറസ് എന്നിവ ലഭിക്കുന്നത്. ഇനി ജലം നിലനിർത്തുന്നത് ആവശ്യമായിട്ടുള്ളത് ഏതാണ്? സോഡിയമാണ്. അത് ഇതിലൂടെയാണ് കറിയുപ്പ്. തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും വളർച്ചയ്ക്കും ഏതാണ് ആവശ്യം? അയഡിനാണ് ആവശ്യം. അത് കടൽ വിഭവങ്ങളും അതേപോലെ തന്നെ കടൽ മത്സ്യങ്ങളുടെ തല, അയഡിൻ ചേർത്ത ഉപ്പ്, ഇതിലൂടെയൊക്കെയാണ് ലഭിക്കുന്നത്. ഓക്കെ, ഈ ധാതു ലവണങ്ങളും മിനറൽസും ഇത് മാത്രമാണോ നമുക്ക് ആവശ്യമുള്ളത്? അല്ല. പ്രോട്ടീന്റെ അഭാവം മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് ക്വാഷിയോർക്കർ എന്ന് പറയുന്നത്. ഏതാണ്? ക്വാഷിയോർക്കർ. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. പ്രോട്ടീൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒന്നാണ് അല്ലെ ശരീരത്തിൽ. നോക്കൂ, ഈ രൂപം നോക്കൂ. അപ്പൊ ഇത് പറയുമ്പോ തന്നെ ആ രൂപം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും എന്താണ് ഈ അസുഖം എന്നുള്ളത്. പ്രോട്ടീന്റെ അഭാവം മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് ക്വാഷിയോർക്കർ. അപ്പൊ പ്രോട്ടീന്റെ അഭാവം മൂലമാണ് ക്വാഷിയോർക്കർ ഉണ്ടാവുന്നത്. PYQ ആണ്, ചോദിക്കാറുണ്ട് കേട്ടോ. ഇത് ബാധിച്ചവരുടെ ശരീരം ശോഷിച്ചും വയർ വീർത്തുമിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു അസുഖം ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ കുട്ടിയുടെ ശരീരം കണ്ടില്ലേ? പ്രോട്ടീന്റെ കുറവ് മൂലം ഉണ്ടായിട്ടുള്ള അസുഖമാണ് ക്വാഷിയോർക്കർ. ആ അസുഖമാണ് ഈ കുട്ടിയെ ബാധിച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞത് വൈറ്റമിൻസ്,
മിനറൽസ്, അതേപോലെ തന്നെ പ്രോട്ടീന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ക്വാഷിയോർക്കർ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. നമുക്ക് സ്ഥിരം ചോദിക്കാറുള്ള ഒരു പോർഷൻ ആണ് കേട്ടോ ഇത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഠിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ വേഗം തന്നെ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇനി പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് എക്സാം എഴുതണ്ടേ എന്നുള്ള കൃത്യമായിട്ടുള്ള രീതി നിങ്ങൾക്ക് കിട്ടണം. വേഗം ജോയിൻ ചെയ്തോളൂ. ഇതാ ഞങ്ങളിവിടെ പുതിയ ബാച്ചുമായിട്ട് നിങ്ങളെ കാത്തിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഇനി വരുന്ന കേട്ടറ്റ് എക്സാം നേടിയെടുക്കാനായിട്ട് സാധിക്കട്ടെ. നന്നായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ മുന്നിലേക്ക് പോവുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.